എല്ലാവർക്കും MCO04ന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രൈമറി മാർക്കറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്, യൂണിറ്റ് നമ്പർ 10. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെക്കൻഡറി മാർക്കറ്റിനെ കുറിച്ചാണ് പറയുന്നത്. സെക്കൻഡറി capital market, popularly known as stock exchange or stock market, provides a place where different types of existing securities, shares, debentures, bonds, government securities, can be bought and sold on a regular basis. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയാണ് പലതരത്തിലുള്ള സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും റെഗുലർ ബേസിസിൽ സ്ഥിരമായിട്ട് വാങ്ങുകയും വിൽക്കുകയും സെക്കൻഡറി മാർക്കറ്റിലൂടെയാണ്. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇറ്റ് ഈസ് ആൻ ഓർഗനൈസ്ഡ് മാർക്കറ്റ്. 2. ഇറ്റ് ഈസ് പ്രൊവൈഡ്സ് എ പ്ലേസ് വെയർ എക്സിസ്റ്റിംഗ് ആൻഡ് അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് ക്യാൻ ബി ബ്രോട്ട് ആൻഡ് സോൾഡ്. ഒരു ഓർഗനൈസ്ഡ് മാർക്കറ്റ് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയാണ് നിലവിലുള്ള സെക്യൂരിറ്റീസ്, അപ്രൂവ്ഡ് ആയിട്ടുള്ള നിലവിലുള്ള സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. 3. ഇൻ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ മെമ്പേഴ്സ് ഓഫ് ദെയർ ഓതറൈസ്ഡ് ഏജന്റ്സ് ഓൺ ദെയർ ഓൺ ബിഹാഫ് ഓർ ഓൺ ബിഹാഫ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ട്രാൻസാക്ഷൻസ് നടക്കുകയും അത് ഓതറൈസ്ഡ് ഏജന്റ്സ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഓതറൈസ്ഡ് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഓതറൈസ്ഡ് ഏജന്റ്സ് ട്രാൻസാക്ഷൻ നടത്തുന്നത്. 4. All transactions are regulated by the rules and bylaws of the concerned stock exchange. എല്ലാ ട്രാൻസാക്ഷൻസും ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെയും റൂൾസും ബൈലോസും അതിനനുസരിച്ചായിരിക്കും നടക്കുന്നത്. 5. It makes complete information available to the public with regard to the prices and the volumes of the transactions taking place every day. ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെയും കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് പബ്ലിക്കിൽ അവൈലബിൾ ആണ്. ഏത് പ്രൈസിനെ കുറിച്ചും അതിന്റെ വോളിയം ഓഫ് ട്രാൻസാക്ഷൻസിനും ഓരോ ദിവസം നടക്കുന്ന ട്രാൻസാക്ഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പബ്ലിക്കിന് ലഭ്യമാണ്. It may be noted that only those securities can be traded on stock exchange which have been duly approved for the purpose by the stock exchange authorities. സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതോറിറ്റീസ് അപ്രൂവ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസ് മാത്രമേ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നെക്സ്റ്റ് ടോപ്പിക് പറയുന്നുണ്ട് ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ഡെവലപ്മെന്റിൽ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന സ്ഥാപനമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1. പ്രൊവൈഡ്സ് റെഡി ആൻഡ് കണ്ടിന്യൂസ് മാർക്കറ്റ്. സെക്യൂരിറ്റീസിന് സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റീസിന് റെഡി ആൻഡ് കണ്ടിന്യൂസ് മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഫസ്റ്റ് ഫംഗ്ഷൻസിൽ പെട്ടതാണ്. 2. പറയുന്നുണ്ട് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രൈസസ് ആൻഡ് സെയിൽസ്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡിംഗ് നടക്കുമ്പോഴത്തേക്കും അതിന്റെ പ്രൈസസും എത്ര വോളിയം ഓഫ് ട്രാൻസാക്ഷൻ നടന്നു എന്നതിനെക്കുറിച്ച് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഫംഗ്ഷനിൽ പെട്ടതാണ്. 3. പറയുന്നുണ്ട് പ്രൊവൈഡ് സേഫ്റ്റി ടു ഡീലിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റിനും ഡീലിംഗ്സിനും സേഫ്റ്റി ഉറപ്പാക്കുക. കൺട്രോൾഡ് ആയിട്ട് നിലവിലുള്ള ബൈലോസും റൂൾസും അനുസരിച്ചുകൊണ്ടാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പാക്കേണ്ട ഫംഗ്ഷനും കൂടി സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഫംഗ്ഷൻസ് ആയിട്ടാണ് വരുന്നത്. 4. പറയുന്നുണ്ട് ഹെൽപ്സ് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് ആൻഡ് ക്യാപിറ്റൽ ഫോർമേഷൻസ്. അപ്പോൾ എഫിഷ്യന്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ കൂടുതൽ ക്യാപിറ്റൽ ഫോർമേഷൻ ആവുകയും കൂടുതൽ കമ്പനിയിലോട്ട് കൂടുതലായിട്ട് ഫണ്ട് വരികയും ചെയ്യുന്നതാണ്. 5. പറയുന്നുണ്ട് ബാരോമീറ്റർ ഓഫ് എക്കണോമിക് ആൻഡ് ബിസിനസ് കണ്ടീഷൻസ്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ കാണിക്കുന്ന ഒരു ബാരോമീറ്റർ അല്ലെങ്കിൽ അതിന്റെ നിലവിലുള്ള സിറ്റുവേഷൻ കാണിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. വോളിയം ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എത്രത്തോളം വോളിയം ഓഫ് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്, എത്ര വിലയ്ക്കാണ്, ഏത് പ്രൈസസിലാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത് എന്നുള്ളത് ഒരു രാജ്യത്തിലെ എക്കണോമിക് സ്ഥിതിയെ, എക്കണോമിക് ഹെൽത്തിനെ കാണിക്കുന്നതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. 6. പറയുന്നുണ്ട് ബെറ്റർ അലോക്കേഷൻ ഓഫ് ഫണ്ട്സ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ഫണ്ട് കൂടുതലായിട്ടുള്ള അലോക്കേറ്റ് ചെയ്യാൻ, അതായത് ലെസ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സ്ഥാപനങ്ങളിലോട്ട് നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. Thus, the stock exchange provide mobility to capital and facilitate sound investment, and in the process, financial resources of the economy are better allocated. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ നമുക്ക് ക്യാപിറ്റൽ കണ്ടെത്താനും ആ ക്യാപിറ്റലിനെ ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റാനും അത് പലപ്പോഴും പല കമ്പനികളുടെ നിന്നും ട്രാൻസ്ഫർ ചെയ്യാനും നമ്മുടെ പ്രോഫിറ്റബിൾ ആക്കി മാറ്റാനും ബെറ്റർ ആയിട്ട് അലോക്കേറ്റ് ചെയ്യാനും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ സാധിക്കുന്നതാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് 1. പ്രൊവൈഡ്സ് റെഡി ആൻഡ് കണ്ടിന്യൂസ് മാർക്കറ്റ്. 2. പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് പ്രൈസസ് ആൻഡ് സെയിൽസ്. 3. പ്രൊവൈഡ് സേഫ്റ്റി ടു ഡീലിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. 4. ഹെൽപ്സ് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് ആൻഡ് ക്യാപിറ്റൽ ഫോർമേഷൻ. 5th one ബാരോമീറ്റർ ഓഫ് എക്കണോമിക് ആൻഡ് ബിസിനസ് കണ്ടീഷൻസ്. 6th one ബെറ്റർ അലോക്കേഷൻ ഓഫ് ഫണ്ട്സ്. നെക്സ്റ്റ് ടോപ്പിക്
ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് 3 പോയിന്റ് ഓഫ് വ്യൂവിലാണ് നോക്കാൻ സാധിക്കുന്നത്. ഒന്ന് കമ്പനീസിന്റെ, 2 ഇൻവെസ്റ്റേഴ്സിന്റെ, 3 സൊസൈറ്റിയുടെ. അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാം കമ്പനീസിന്റെ. The companies whose securities have been listed on a stock exchange enjoy a better goodwill and credit standing than the other companies. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾക്ക് മറ്റ് കമ്പനികളെക്കാളും കൂടുതൽ ഗുഡ് വിൽ, നല്ല പേരും സാമ്പത്തികമായിട്ടുള്ള ക്രെഡിറ്റ് സ്റ്റാൻഡിങ്ങും ഉണ്ടാവുന്നതാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കമ്പനികളുടെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. രണ്ടാമത്, the market for their securities is enlarged as the investors all over the world become the aware of such securities and have an opportunity to invest in them. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് പറഞ്ഞിരിക്കുന്നത് കമ്പനിയുടെ സെക്യൂരിറ്റീസിന്റെ മാർക്കറ്റ് വളരെ വലുതായി ലോകം മൊത്തം മാർക്കറ്റായി മാറുകയും കൂടുതൽ ആളുകൾ കമ്പനിയുടെ സെക്യൂരിറ്റീസിനെ കുറിച്ച് അറിയാനും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം, കൂടുതൽ ആളുകൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരവും സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ഉണ്ടാവുന്നുണ്ട്. മൂന്നാമത് പറയുന്നുണ്ട്, ആസ് എ റിസൾട്ട് ഓഫ് ദ എൻഹാൻസ്ഡ് ഗുഡ്വിൽ ആൻഡ് ഹയർ ഡിമാൻഡ് the value of their securities increases and so does their bargaining power in the collective ventures, mergers, etc. അപ്പോൾ അങ്ങനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നത് വഴി അവരുടെ ഗുഡ്വില്ലും ഡിമാൻഡ് കൂടുകയും ഷെയറിന്റെ ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നത് കൊണ്ട് അവരുടെ സെക്യൂരിറ്റീസിന്റെ വില, പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയും അങ്ങനെ പലതരത്തിലുള്ള ബിസിനസ് ട്രാൻസാക്ഷൻസിൽ, കളക്റ്റീവ് വെഞ്ചേഴ്സിൽ, മെർജേഴ്സിലൊക്കെ അവരുടെ ഷെയർസ്, സെക്യൂരിറ്റീസിന് കൂടുതൽ പ്രൈസ്, വാല്യൂ ലഭിക്കുന്ന അവസ്ഥയുണ്ടാവും. നാലാമത്, while raising additional capital, the decisions regarding the mix of securities to be issued, their qualities, their prices and timings of their issue become quite convenient. അപ്പോൾ കമ്പനികൾക്ക് കൂടുതലായിട്ട് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരുമ്പോഴത്തേക്കും അവരുടെ ഷെയർ എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യേണ്ടത്, ഏത് ക്വാണ്ടിറ്റിയിലാണ് ഇഷ്യൂ ചെയ്യേണ്ടത്, പ്രൈസ് എങ്ങനെയാണ്, ടൈംസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ട് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് കമ്പനികൾക്കുള്ള ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഒന്ന് കമ്പനികൾക്ക് കൂടുതലായിട്ട് ഗുഡ് വില്ലും ക്രെഡിറ്റ് സ്റ്റാൻഡിങ്ങും ഉണ്ടാവും. രണ്ടാമത്, അവരുടെ ഷെയർസിനെ കുറിച്ച്, സെക്യൂരിറ്റീസിനെ കുറിച്ച് ലോകം മൊത്തം അറിയും, കൂടുതൽ ആളുകൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും. കമ്പനിയുടെ ഗുഡ് വില്ല് കൂടുന്നത് കൊണ്ട് അവരുടെ ഷെയർസിന്റെ, സെക്യൂരിറ്റീസിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. നാലാമത്, കമ്പനികൾക്ക് കൂടുതലായിട്ട് ഫണ്ട് റേസ് ചെയ്യുക എളുപ്പമായിട്ട് മാറുന്നതാണ്. ഇൻവെസ്റ്റേഴ്സിന് എത്രത്തോളം സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കാം. They enjoy the facility and convenience of buying and selling of securities. ഇൻവെസ്റ്റേഴ്സിന് സെക്യൂരിറ്റീസ് വാങ്ങും വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാകുന്നു. രണ്ടാമത്, ബിക്കോസ് ഓഫ് ദ അഷ്വേർഡ് സേഫ്റ്റി ഇൻ ഡീലിംഗ്സ് വിത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ദ ഇൻവെസ്റ്റേഴ്സ് ആർ ഫ്രീ ഫ്രം ആങ്സൈറ്റി. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ റെഗുലേഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് കുറച്ചുകൂടെ സേഫ്റ്റി ആവുകയും അവരുടെ ഉത്കണ്ഠ, ആൻസൈറ്റി പോലുള്ളത് കുറയുകയും പേയ്മെന്റ് പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കുകയും ചെയ്യുന്നതാണ്. മൂന്നാമത്, availability of regular information on the prices of securities traded at the stock exchange help them in deciding the timings of their purchase and sales. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് റെഗുലർ ആയിട്ട് ഇൻഫർമേഷൻസ് അവൈലബിൾ ആയതുകൊണ്ട് അവരുടെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് എപ്പോൾ വേണമെങ്കിലും പർച്ചേസ് ചെയ്യണോ സെയിൽ ചെയ്യണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കുന്നതാണ്. നാലാമത്, ഇറ്റ് ബിക്കംസ് ഈസിയർ ഫോർ ദം ടു റൈസ് ലോൺസ് ഫ്രോം ദ ബാങ്ക്സ് അഗൈൻസ്റ്റ് ദെയർ ഹോൾഡിംഗ് ഇൻ സെക്യൂരിറ്റീസ്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഷെയർസ് ആണെങ്കിൽ അവർക്ക് അതിനെ സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തുകൊണ്ട് ബാങ്കിൽ നിന്ന് ലോൺസ് റെഡിയാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നാലാമത്തെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഇൻവെസ്റ്റേഴ്സിന് വാങ്ങാനും സെക്യൂരിറ്റീസ് വാങ്ങാനും വിൽക്കാനുള്ള അവസരം, കൺവീനിയൻസ് ഉണ്ടാകുന്നുണ്ട്. രണ്ടാമത്, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് സേഫ്റ്റി ഉണ്ടാകുന്നുണ്ട്. മൂന്നാമത്, അവർക്ക് റെഗുലർ ആയിട്ട് ഇൻഫർമേഷൻ ലഭിക്കുന്നത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും വാങ്ങാനും വിൽക്കാനുള്ള അവസരം ഉണ്ടാകുന്നു. പിന്നെ അവർക്ക് ബാങ്കിൽ നിന്നും സെക്യൂരിറ്റീസ് പ്രിന്റ് ചെയ്തുകൊണ്ട് കൂടുതൽ ലോൺസ് റൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അടുത്ത, സൊസൈറ്റിക്കുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അവൈലബിലിറ്റി ഓഫ് ലുക്രാറ്റീവ് അവന്യൂസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ലിക്വിഡിറ്റി thereof the induces people to save and invest in the long term securities. അതായത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, എല്ലാ കാര്യങ്ങളും പബ്ലിഷ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന നല്ല സ്ഥാപനങ്ങളിൽ വന്നു കഴിയുമ്പോഴത്തേക്കും കൂടുതൽ ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടാവും, അങ്ങനെ രാജ്യത്തിന് ഡെവലപ്മെന്റ് ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. രണ്ടാമത് പറയുന്നുണ്ട്, ഫെസിലിറ്റി ഫോർ ദ കൺവീനിയന്റ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉള്ളത് കൊണ്ട് കൺവീനിയന്റ് ആയിട്ട്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കൺവീനിയന്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാനും സെയിൽ ചെയ്യാനും സാധിക്കുന്നതാണ്. ന്യൂ ഇഷ്യൂ മാർക്കറ്റിലോട്ട് കൂടുതലായിട്ട് ഇൻഡയറക്റ്റ് സപ്പോർട്ടും അതുവഴി ഉണ്ടാവുന്നതാണ്. മൂന്നാമത്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫെസിലിറ്റേറ്റ് ദ റീഅലോക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ടു ദ മോർ പ്രോഫിറ്റബിൾ ആൻഡ് ഗ്രോയിങ് ഇൻഡസ്ട്രി യൂണിറ്റ്സ് ബിക്കോസ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ഈസിലി റീഷഫിൾ ദെയർ ഇൻവെസ്റ്റ്മെന്റ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉള്ളത് കൊണ്ട് ആളുകൾക്ക്, ഇൻവെസ്റ്റേഴ്സിന് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരാനും, അപ്പം അങ്ങനെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് പെട്ടെന്ന് തന്നെ വാങ്ങാനും വിൽക്കാനും സാധിക്കുന്നതുകൊണ്ട് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എപ്പോൾ വേണമെങ്കിലും അവർക്ക് ഷഫിൾ ചെയ്യാൻ, അതായത് ഒരു സ്ഥാപനത്തിൽ നിന്നും അടുത്ത സ്ഥാപനത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്.
നാലാമത് പറയുന്നുണ്ട് വോളിയം ഓഫ് ആക്ടിവിറ്റി അറ്റ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് മൂവ്മെന്റ് ഇൻ ഷെയർ പ്രൈസസ് റിഫ്ലക്ട് ദ പ്രിവെയിലിംഗ് എക്കണോമിക്സ് ആൻഡ് ഹെൽത്ത്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടക്കുന്ന ട്രേഡിംഗ് ആക്ടിവിറ്റിയുടെ വോളിയം, അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രൈസിങ് സിറ്റുവേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അഞ്ചാമത്, സിൻസ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആർ ഓൾസോ ട്രേഡഡ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ദ ഗവൺമെന്റ് ബോറോയിങ്സ് ഹൈലി ഫെസിലിറ്റേറ്റഡ്. അഞ്ചാമത്തെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത് ഗവൺമെന്റ് സെക്യൂരിറ്റീസും സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് ഗവൺമെന്റിന്റെ ബോറോയിങ് വളരെ എളുപ്പമായിട്ട് മാറുന്നതാണ്. സൊസൈറ്റിക്ക് കോർപ്പറേറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കൂടുതൽ ബിസിനസ് അവസരങ്ങൾ ഉണ്ടാകാനും ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടാകുന്നു, കൺവീനിയന്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള, പർച്ചേസും സെയിൽ ചെയ്യാനുള്ള അവസരം ഉണ്ടാകുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ഒരു ഇൻവെസ്റ്റേഴ്സിന് കുറച്ചും കൂടെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഷഫിൾ ചെയ്യാനും ലെസ് പ്രോഫിറ്റബിൾ നിന്നും കൂടുതൽ മോർ പ്രോഫിറ്റബിൾ വെഞ്ചേഴ്സിലോട്ട് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വോളിയം ഓഫ് ആക്ടിവിറ്റി വെച്ചുകൊണ്ട് നമുക്ക് എക്കണോമിക് ഹെൽത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഗവൺമെന്റ് ട്രേഡേഴ്സ് സെക്യൂരിറ്റീസും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് ഗവൺമെന്റിന് ബോറോയിങ് എളുപ്പമായിട്ട് മാറുന്നതാണ്. താങ്ക് യു.